നമ്മളിൽ എങ്ങനെയാണ് ഒരു ഡീമൻ്റെ പ്രവർത്തനം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് എന്നുള്ള എപ്പിസോഡാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത്. വെൽക്കം ടു അവർ ചാനൽ മെറ്റോയ മിനിസ്ട്രീസ്. ഈ ചാനൽ കൂടി നമ്മൾ ഹൃദയത്തിൻ്റെ രൂപാന്തരത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് കൂടുതലായിട്ട് വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സംസാരിച്ചത് അഡിക്ഷൻസ് എങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് പിശാച് കൊണ്ടിടുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചത്. നിങ്ങളത് ശ്രദ്ധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ശ്രദ്ധിക്കാത്തവരത് കണ്ടിട്ട് അതിൻ്റെ തുടർമാനമായി ഇത് കേൾക്കണമേ എന്ന് ഞാൻ വീണ്ടും നിങ്ങളോട് പറയാം. നമ്മൾ അവസാനം അത് പറഞ്ഞ് നിർത്തിയത് ഫെയ്ത്ത്, വിശ്വാസം ദൈവത്തിൻ്റെ ശക്തിയിലാണ് ഇരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശക്തി നമ്മൾ വ്യാപരിക്കുമ്പോൾ ഈ പിശാചിന് നമ്മളെ പൊസസ് ചെയ്യാനായിട്ട് പറ്റുകയില്ല. അവനെ ഒപ്രസ് ചെയ്യാൻ പറ്റും പുറത്തു നിന്ന്, എന്നാൽ നമ്മളെ പൊസസ് ചെയ്യാനായിട്ട് പറ്റുകയില്ല. സഭകൾ പോകുമ്പോൾ പോലും അവിടെ ഒരു ഡെലിവറൻസ് ആവശ്യമാണ്. ഇന്ന് സഭകൾ ഡെലിവറൻസ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. യേശുക്രിസ്തു അവിടെ സിനഗോഗിൽ വിസിറ്റ് ചെയ്തപ്പോഴൊക്കെ തന്നെ അവിടെ ഒരു ഹീലിംഗ് നടക്കുന്നുണ്ട്. പലയിടത്തും നമുക്ക് ബൈബിളിൽ അത് കാണാം. അതുകൊണ്ട് ഈ ഹീലിംഗ് യേശുക്രിസ്തു പൂർണ്ണമായി കാൽവറി ക്രൂശിലെ യാഗമായി തീർന്നപ്പോഴേ, അവൻ്റെ ജീവിതം ഹോമിച്ചപ്പോഴേ ഈ ഹീലിംഗ് നമുക്ക് തരികയാണ്. അവൻ നമുക്ക് തന്ന എന്തൊക്കെയാണ്? ഹീലിംഗ് തന്നു. അവൻ്റെ അടിപ്പിണറുകളാൽ നമ്മൾ സൗഖ്യം പ്രാപിച്ചു. അതിനോടൊപ്പം അവൻ സ്വാതന്ത്ര്യം തന്നു. അടിമത്വത്തിൽ നമ്മളെ സ്വതന്ത്രം തന്നു. എന്തൊക്കെ അടിമത്വമായിരുന്നു? പ്രധാനമായിട്ട് പിശാചിൻ്റെ അടിമത്വമായിരുന്നു. അതിൽ നിന്ന് അവൻ നമ്മളെ ഹീൽ ചെയ്തു, നമ്മളെ വിടുവിച്ചു, നമുക്ക് സ്വാതന്ത്ര്യം തന്നു. പിന്നെ നമുക്കൊരു അബണ്ടൻ ലൈഫല്ല, അബണ്ടൻ ലൈഫ്, സമൃദ്ധിയായിട്ടുള്ളൊരു ജീവിതം. അതാണ് ദൈവം നമുക്ക് തന്നത്. നമ്മൾ ഇടുങ്ങിയിരിക്കാനുള്ള ജീവിതമല്ല, സമൃദ്ധിയായിട്ടുള്ള ജീവിതം. എന്നിട്ടും നമ്മളിപ്പോഴും ഈ ഡെവിളിൻ്റെ അല്ലെങ്കിൽ ഈ പിശാചിൻ്റെ ഗ്രിപ്പിലാണ് നമ്മൾ ഇരിക്കുന്ന പല ആളുകളും ഇരിക്കുന്നത്. അതുകൊണ്ട് അതിൽ നിന്ന് നമ്മൾ പൂർണ്ണമായിട്ട് വിടുവിക്കപ്പെടണം. ഈ പഴയ ജാറിനകത്ത് ഈ പുതിയ വൈൻ ഇരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പുതിയ വൈൻ വീണ്ടും ഫെർമെൻറ്റ് ചെയ്യുമ്പോൾ ഈ പഴയ ജാറ് അതിനെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റാതെ പൊട്ടിപ്പോവും. അതുകൊണ്ട് പുതിയ വൈൻ എന്ന് പറയുന്ന പുതിയ റെവലേഷനാണ്, പുതിയ വെളിപ്പാടുകളാണ്. ഈ പുതിയ വെളിപ്പാടുകൾ നമുക്ക് ദൈവം തരുമ്പോഴേ അത് നമ്മളിൽ തന്നെ രൂപാന്തരപ്പെടുത്തിയില്ലെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ലാതെ അത് നശിച്ചു പോകും. യേശു പറഞ്ഞ എന്താണ്? ഞാൻ ചെയ്തതിലും വലിയ പ്രവൃത്തി ചെയ്യും. അത് സഭയുടെ പ്രവൃത്തി, ദൈവത്തിൻ്റെ ശക്തി, ഭൂതങ്ങളെ പുറത്താക്കൽ, രോഗികളെ സൗഖ്യമാക്കൽ എല്ലാം ഇതിനകത്ത് ഉൾപ്പെടും. ശ്രദ്ധിക്കൂ. ഞാൻ ചെയ്തതിലും വലിയ പ്രവൃത്തി. അന്നേരം യേശുവിനേക്കായും വലിയ ആളാണോ നീ എന്ന് ചോദിച്ചാൽ, യേശുവിനേക്കായും വലിയ ആളല്ല. യേശുവിലുള്ള പരിശുദ്ധാത്മാവാണ് നമ്മൾ കൂടി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് സഭയുടെ പ്രവൃത്തിയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരണം, ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെട്ട് വരണം. ഭൂതങ്ങൾ പുറത്താകണം, രോഗികൾ സൗഖ്യമാക്കണം. ഇതാണ് പുതിയ വെളിപ്പാട്. ഈ പുതിയ വെളിപ്പാട് ഇന്ന് നമുക്ക് ആവശ്യമാണ്. ഈ പുതിയ വെളിപ്പാടില്ലെങ്കിൽ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ഷ്രിങ്കായിപ്പോവും. പുതിയ വീഞ്ഞ് എന്നൊക്കെ പറയുമ്പോൾ ദൈവം നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിൽ അല്ല, നമ്മുടെ സ്പിരിറ്റിൽ കൊണ്ടു തരുന്ന കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ എന്തുവാ? ഡീപ്പർ തിങ്സ്, ദൈവത്തിൻ്റെ വലിയ ജ്ഞാനം, മിസ്റ്ററീസ്, മർമ്മങ്ങൾ, ചില കാര്യങ്ങളിൽ ഡെമോണിക്കായിട്ടുള്ള ഈ പൈശാചി ശക്തിക്ക് മേളിലുള്ള അതോറിറ്റി, അധികാരങ്ങളും അത് എക്സിക്യൂട്ട് ചെയ്യാൻ. എന്തിനാണ്? ടു റിലീസ് ഗോഡ്സ് കിങ്ഡം ടു എർത്ത്. ഈ ലോകത്തിലേക്ക് ദൈവത്തിൻ്റെ രാജ്യം കൊണ്ടുവരാൻ. ഹലോ, ശ്രദ്ധിക്കുക. യേശുക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥന എന്തുവായിരുന്നു? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ രാജ്യം വരണമേ. എവിടെ രാജ്യം വരുന്നേ? സ്വർഗരാജ്യം ഭൂമിയിലേക്ക് വരണമെന്നാണ് പറഞ്ഞത്. നമ്മൾ ദൈവത്തെ അറിഞ്ഞിട്ട്, ഹല്ലേലൂയ, നമ്മൾ യേശുവിനെ അറിഞ്ഞതിന് ശേഷം നമ്മൾ ഷ്രിങ്ക് ചെയ്ത് ഉള്ളിലായി, അയ്യോ ഞാൻ ദൈവത്തിൻ്റെ മകനാ, എനിക്കൊന്നും പറ്റത്തില്ല എന്നും പറഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥനയിൽ 24 മണിക്കൂർ ഇരിക്കണമെന്ന് വരയ്ക്കകത്ത് കയറി ഇരിക്കാനല്ല ദൈവം പറയുന്നത്. ദൈവം പറഞ്ഞത്, എന്നിൽ കൂടി ദൈവത്തിൻ്റെ ശക്തി എന്നിൽ വസിക്കുന്നതിനാൽ എന്നിൽ കൂടി ദൈവത്തിൻ്റെ രാജ്യം ഈ ഭൂമിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവായി നമ്മൾ ഈ ഭൂമിയിൽ നിൽക്കണമെന്നാണ് യേശു പഠിപ്പിച്ചത്. അതിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ രാജ്യം ഇവിടെ വരണം എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അത് യേശുവിൻ്റെ വലിയ അംബീഷനായിരുന്നു. അത്
യേശു അതിനുവേണ്ടിയാണ് നിങ്ങളെയും എന്നെയും റെപ്രസെൻറ്റേറ്റീവ്സ് ആക്കി നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ്, നമ്മൾ ഈ വിശ്വാസം പറഞ്ഞാൽ മാത്രം പോരാ, വിശ്വാസത്തിനകത്ത് നിന്ന് വർക്ക് ചെയ്യണം. വെച്ചാൽ ലിസൺ ചെയ്താൽ മാത്രം പോരാ, അതിനകത്ത് കണ്ടിന്യൂ ചെയ്യുകയും അത് ചെയ്യുകയും ചെയ്യണം. ഹലോ, ദൈവവചനം കേട്ടാൽ മാത്രം പോരാ, അതിൽ തുടർമാനമായി ജീവിക്കുകയും അത് നമ്മുടെ ജീവിതങ്ങളിൽ കാണിച്ചു കൊടുക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. യാക്കോബിൻ്റെ ലേഖനത്തിനകത്ത് 21 തൊട്ടുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. 21 തൊട്ട് 25 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോട് കൈക്കൊള്ളുവിൻ. എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായിരിക്കും. ദൈവത്തിൻ്റെ വചനം ചെയ്യുന്നവരായിരിക്കണമെന്നാണ് പറഞ്ഞത്. ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോടൊക്കുന്നു. അവൻ തന്നെത്താൻ കണ്ട് പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്നു എന്ന് ഉടനെ മറന്നു പോകുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ട് മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാകും. അവനെയാണ് ബ്ലസ്സഡ് എന്ന് പറയുന്നത്. ആരെയാണ് ബ്ലസ്സഡ് എന്ന് പറയുന്നത്? ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും അതിൽ നിലനിൽക്കുകയും അത് ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണ് ബ്ലസ്ഡ് എന്ന് പറയുന്നത്. അതാണ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, നമ്മൾ അനുസരിക്കുക എന്നുള്ളതാണ്. അബണ്ടന്റ് ലൈഫ്, സമൃദ്ധിയായ ജീവിതം എന്ന് പറയുന്നത് സമർപ്പണത്തിലൂടെയാണ്. ഇടുങ്ങിയ ഗേറ്റിലൂടെ പ്രവേശിക്കുമ്പോഴാണ്. അതിനൊരു സറണ്ടർ ആവശ്യമാണ്. ഇടുങ്ങിയ ഗേറ്റിൽ കൂടെ അകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ ഒന്ന് ഇടുങ്ങി കയറണം, സറണ്ടർ, ഒന്ന് കുനിഞ്ഞ് നൂർന്നൊക്കെ കയറണം. നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് ദൈവത്തിന് അങ്ങോട്ട് സമർപ്പിക്കുമ്പോഴാണ് ഒരു അബണ്ടന്റ് ലൈഫ് വരുന്നത്. അവിടെയാണ് ദൈവത്തിൻ്റെ ഗ്ലോറി നമ്മളോട് ഷെയർ ചെയ്യുന്നത്. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിൻ്റെ ഗ്ലോറി നമ്മളിലേക്ക് ഷെയർ ചെയ്യുന്ന ഒരു അനുഭവമാണ് നമുക്ക് വേണ്ടത്. അവിടെയാണ് നമുക്ക് ഈ വിക്ടറി ഓവർ ഓൾ ഡീമൻസ് വരുന്നത്, ദൈവത്തിൻ്റെ മഹത്വം. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങളിലെ നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. ഹലോ, ദൈവത്തിൻ്റെ മക്കളാണ് നമ്മളെന്ന് നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവോട് പറയുന്നു. പറയുക മാത്രമല്ല, അതിനോട് ചേർന്ന് വന്നിരിക്കുന്ന നാം മക്കളെങ്കിലോ അവകാശികളുമാകും. എന്തിനാണ് അവകാശികളാവുന്നത്? ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടി തേജസ്കരിക്കപ്പെടേണം. അന്നേരം വി ഷുഡ് ബി ഇൻ ഗ്ലോറി, അവനോട് കൂടെ മഹത്വീകരിക്കപ്പെടണം. അതാണ് ദൈവത്തിന് ആവശ്യമായിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മൾ അവൻ്റെ മക്കളാണെങ്കിൽ, അവൻ്റെ അവകാശികളാണെങ്കിൽ, നമുക്ക് അവനോട് കൂടിയുള്ളൊരു അബണ്ടന്റ് ലൈഫാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അത് ഇങ്ങനൊരു അബണ്ടന്റ് ലൈഫിൽ പിശാചിന് പ്രത്യേകിച്ച് സ്ഥാനമൊന്നുമില്ല. പിന്നെ അവനൊന്നും ഒരു ഓർഗനിലും ഇരിക്കാൻ പറ്റത്തില്ല. അവൻ ദൂരെ നിൽക്കും, 100 അടി ദൂരെ നിൽക്കും. നമ്മളിത് വിട്ടുകൊടുക്കുന്നതുകൊണ്ടാണ് അവൻ കയറി വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അവിടെ നമ്മൾ പിശാചുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? നമ്മളിലെ ഒരു അബണ്ടന്റ് ലൈഫാണ്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന് ആത്മാവ് നമ്മളോട് പറയുകയാണ്. നമ്മൾ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചിട്ട് അവനോ ദൈവത്തിൻ്റെ മക്കളാണെന്ന് ദൈവത്തിനോട്ട് സാക്ഷി പറയുകയാണ്. നമ്മൾ ദൈവത്തിൻ്റെ അവകാശികളായി തീരുകയാണ്. അവൻ്റെ മഹത്വം നമ്മളിലേക്ക് തന്നു എന്നുള്ള തിരിച്ചറിവ് നമുക്ക് വരികയാണ്. അവൻ്റെ മഹത്വം ഇരിക്കുന്നിടത്ത് പിശാചിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതാണ് അബണ്ടന്റ് ലൈഫ് എന്ന് പറയുന്നത്. അവൻ്റെ മക്കളും അവകാശികളുമായി തീരുമ്പോൾ 5 കാര്യങ്ങൾ നമുക്ക് വരും. ലൈഫ് ഓഫ് അബണ്ടൻസ്, ലൈഫ് ഓഫ് അബണ്ടൻസ്, സമൃദ്ധിയുടെ ജീവിതം. അതിൽ വരുന്ന 5 കാര്യങ്ങളാണ്. ഇന്നിപ്പോൾ തൽക്കാലം അത് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിർത്തും. കാരണം അത്രയും പറയാനുള്ള സമയം കിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ ഡിമോണിക് അറ്റാക്കിൻ്റെ കാര്യമാണല്ലോ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഇതിലും പറഞ്ഞ്. ഒരു എപ്പിസോഡ് ചിലപ്പോൾ എടുത്തേക്കോ തീരാൻ. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധയോടുകൂടി ഇരിക്കുക. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്നതനുസരിച്ചാണ് പറയുന്നത്. ഈ അബണ്ടൻസ് ഓഫ് ലൈഫ് നിങ്ങളുടെ ജീവിതങ്ങളിലൊക്കെ ആവശ്യമാണ്. ആദ്യത്തെ വാക്യം യെശയ്യാവ് 53:5 അതിലിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും
നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇവിടെ ഹീലിംഗ് ആൻഡ് ഡെലിവറൻസിൻ്റെ കാര്യമാണ് പറയുന്നത്. യേശുക്രിസ്തു നമുക്ക് വേണ്ടി അതിക്രമങ്ങളേറ്റ്, അവൻ അകൃത്യങ്ങളേറ്റ് തകർന്ന ഒരു കർത്താവാണ്. അതുകൊണ്ട് അവന് നമ്മളെ ശിക്ഷ ഏറ്റെടുത്തതിനാൽ അവൻ്റെ ഈ അടിപ്പിണറുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇത് പഴയ നിയമത്തിൽ നിന്ന്, യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ നിന്ന് യേശുവിനെ പറിച്ച് കോട്ട് ചെയ്യുന്ന കാര്യമാണ്. ഇത് പത്രോസിൻ്റെ ലേഖനത്തിലും പറയുന്നുണ്ട്, അവൻ്റെ അടിപ്പിണറുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നുള്ള. അവൻ നമുക്ക് സൗഖ്യം തന്നിരിക്കുന്നുവെങ്കിൽ ആ സൗഖ്യം എൻ്റേതായി ആകാത്തതിൻ്റെ കാരണം ഞാനാണ്. ഹലോ, ഈ സൗഖ്യവും ഡെലിവറൻസും എൻ്റേതാകാത്തതിൻ്റെ കാരണം ഞാനാണ്. എന്തുകൊണ്ടാണ്? ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി, എനിക്കൊരു അബണ്ടൻ്റ് ലൈഫിൻ്റെ ഒന്നും ആവശ്യമില്ല. സമൃദ്ധിയായിട്ടുള്ള ജീവൻ, ഞാൻ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനാണ് കർത്താവ് വന്നതെന്ന് യോഹന്നാൻ 10:10 പറയുന്നുണ്ട്. ഈ സമൃദ്ധിയായ ജീവൻ നമുക്കുണ്ടാകുവാൻ ദൈവം വന്നപ്പോൾ ഈ സമൃദ്ധി നമുക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ ദൈവത്തിന് എന്ത് ചെയ്യാം? ഇതേ കാര്യമാണല്ലോ ഏദൻ തോട്ടത്തിൽ സംഭവിച്ചത്. അല്ല, എന്ത് പറഞ്ഞാലും അത് വേണ്ട, അല്ലെങ്കിൽ അത് നെഗ്ലക്റ്റ് ചെയ്യുക, ദൈവത്തിൻ്റെ വചനം നെഗ്ലക്റ്റ് ചെയ്യുക. അങ്ങനെയുള്ളവർക്ക് ഒരു ഡെലിവറൻസ്, ഹീലിംഗ് ഒന്നും ഉണ്ടാകത്തില്ല. അവർക്കൊക്കെ ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പിശാചിൻ്റെ അറ്റാക്കുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അവിടെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നമുക്കൊരു അബണ്ടൻ്റ് ലിവിങ് വേണമെന്ന് നമ്മൾ ചിന്തിക്കുക. രണ്ടാമത്, ഈ അബണ്ടൻ്റ് ലൈഫ് ഓഫ് അബണ്ടൻസിലുള്ള ഈ കുത്തി നിറച്ചിരിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് ഹീലിംഗ് ആൻഡ് ഡെലിവറൻസ്, 2 സൗണ്ട് മൈൻഡ്, നല്ലൊരു മൈൻഡ്. ഇത് 2 തിമോത്തിയോസ് 1:7 ഒരു പ്രധാനപ്പെട്ട വാക്യമാണ്. 2 തിമോത്തിയോസ് 1:7 നിങ്ങൾക്ക് അറിയാവുന്ന വാക്യം. ഫീരിത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം എന്നാണ്. സൗണ്ട് മൈൻഡ് എന്നാണ് അതിൽ പറയുന്നത്. God has given us not the spirit of fear, but the power and love and of sound mind. ഈ സൗണ്ട് മൈൻഡിനകത്ത് ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഹലോ, സൗണ്ട് മൈൻഡിനകത്തുള്ള കാര്യങ്ങൾ ഭയമില്ല. 2-3 പ്രാവശ്യം പറയണം. ഭയമില്ല. സൗണ്ട് മൈൻഡിനകത്ത് ഭയമില്ല. പവറുണ്ട്, ശക്തിയുണ്ട്, ഹലോ, സ്നേഹമുണ്ട്, ലവ് ഉണ്ട്. അപ്പോഴാണ് അത് സുബോധത്തിൻ്റെ ആത്മാവാണ്. അതിൽ സുബോധം വേണം. സൗണ്ട് മൈൻഡ് എന്ന് പറഞ്ഞാൽ അവിടെ സ്നേഹവും ശക്തിയും ഉണ്ട്, ഭയമില്ല. സിമ്പിൾ അല്ലേ? സിമ്പിളായിട്ടുള്ള കാര്യം. അതിൽ ഭയം വരുത്തുന്നത് നേരത്തെ പറഞ്ഞത് സ്പിരിറ്റ് ഓഫ് ഫിയർ, കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ പറഞ്ഞാണ്, അത് പിശാചാണ് ഭയം വരുത്തുന്ന. സ്നേഹമില്ലായ്മ, ഭവനത്തിലടി, പിശാചാണ്. കർത്താവിൻ്റെ ശക്തി നമ്മളില്ലാതെ പോകുന്നത്, ആത്മാവിൻ്റെ ശക്തി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത പിശാചാണ്. അപ്പോൾ അബണ്ടൻ്റ് ലൈഫ് അവിടെ ഇല്ലാതെ പോകും. ആദ്യം പറഞ്ഞത് ഹീലിംഗ് ആൻഡ് ഡെലിവറൻസ്, രണ്ടാമത് പറഞ്ഞ സൗണ്ട് മൈൻഡ്, മൂന്നാമത്തത് പീസാണ്. പീസ്, സമാധാനം. ഇന്ന് ഏറ്റവും മനുഷ്യന് ആവശ്യമുള്ള സമാധാനം. ഉറങ്ങാൻ പോലും പറ്റുന്നില്ല പലർക്കും, കിടന്നിട്ട് ഉറക്കം വരാത്ത അവസ്ഥ. പീസ് ഇതിന് ഭയങ്കരമായിട്ട് ആവശ്യമാണ്. എല്ലാ രീതിയിലുള്ള സമാധാനം, സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം, ഇത് കർത്താവ് നമുക്ക് തരുന്നതാണ്. യെശയ്യാവ് 26:3 സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുന്നതുകൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. നമ്മുടെ മനസ്സിലുള്ള സമാധാനം. Thou will keep him in perfect peace whose mind is stayed on thee because he trusted in thee. അതിൽ നമ്മൾ ആശ്രയിക്കുകയും നമ്മൾ അവനിൽ മനസ്സ് വയ്ക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവൻ നമ്മളെ പൂർണ്ണ സമാധാനം. അപ്പോൾ ദൈവത്തിൽ ആശ്രയം വെക്കുകയും ദൈവത്തിൽ മനസ്സ് വയ്ക്കുകയും ചെയ്യാം. എന്തിനാണ് ഇത് മനസ്സ് വെക്കുന്നത്? പലരും ലോകത്തിലുള്ള കാര്യങ്ങൾ, എൻ്റെ കാര്യങ്ങൾ നടക്കുന്നില്ല, അതിനകത്ത് നമ്മൾ മനസ്സ് വെച്ച് അങ്ങ് ഡിസ്റ്റർബ്ഡ് ആവുകയാണ്. എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ പോലും ഭയങ്കര ഡിസ്റ്റർബ്ഡാണ്. ചില കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ഭയങ്കര ഡിസ്റ്റർബ്ഡാണ്. നമ്മളങ്ങ് ഭയങ്കര ആങ്ഷ്യസ് ആയിട്ട് അങ്ങ് ഡിസ്റ്റർബ്ഡ് ആവാണ്. അവിടെ പീസ് ഇല്ലാത്ത അവസ്ഥ, സമാധാനം ഇല്ലാത്ത അവസ്ഥ. രാത്രി കിടന്നാൽ ഉറക്കം വരത്ത പോലുമില്ല.
ഉറക്കം വരുന്നില്ലെങ്കിൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുക, ദൈവം ഉറക്കം തന്നോളും. അതുകൊണ്ട് ഈ പീസ് ഇന്ന് ഏറ്റവും ആവശ്യമായിരിക്കുന്നു. ഒരുപാട് പേർക്ക് പീസില്ല. ഈ പീസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇന്ന് മദ്യപാനത്തിന് പോലും അടിമയായ ആളുകൾ പോകുന്നത്. സമാധാനമില്ല, ഭവനത്തിൽ സമാധാനമില്ല. ഭവനത്തിനകത്ത് സമാധാനം അടി നടക്കുന്ന കുടുംബങ്ങൾ ഒരുപാടുണ്ട്. ഭാര്യ ഭർത്താവ് തമ്മിൽ അടി, അതുപോലെ കുഞ്ഞുങ്ങൾ അപ്പനും അമ്മയും തമ്മിൽ അടി, ഇതെല്ലാം ഭവനത്തിൽ നടക്കുന്നുണ്ട്. അമ്മായിയമ്മ മരുമോള് തമ്മിൽ അടി, സമാധാനമില്ല. എല്ലാം സമാധാനമില്ലാത്ത കാര്യം. ദൈവത്തിൽ ആശ്രയം വെക്കുക, പൂർണ്ണ സമാധാനത്തിലിരിക്കുക. ദൈവമാണ് നമുക്ക് സമാധാനം തരേണ്ടത്. അത് പ്രത്യേകം ഓർക്കുക. നമ്മുടെ അബണ്ടന്റ് ലിവിങ്, സമൃദ്ധിയായ ജീവനകത്ത് ഏറ്റവും പ്രധാന ഒരു ഘടകമാണ് നമുക്കൊരു പീസ് വരിക എന്നുള്ളത്. ഫിലിപ്പിയർ 4:19 എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോട് തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഗോഡ് ഷാൽ സപ്ലൈ ഓൾ യുവർ നീഡ്. നമ്മുടെ അബണ്ടൻസിന് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് പ്രൊവിഷൻ. നമ്മുടെ ആവശ്യങ്ങളെ മീറ്റ് ചെയ്യുക. മനുഷ്യനെല്ലാം ആവശ്യമുണ്ടല്ലോ. ഭക്ഷണം വേണം, പാർപ്പിടം വേണം, വസ്ത്രം വേണം, ഇതെല്ലാം മനുഷ്യന് ആവശ്യമാണ്. നേരത്തെ ഉള്ള പോലെ ഈ പ്രൊവിഷൻ ദൈവം തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ട് യുവർ നീഡ്. ക്രിസ്തുയേശുവിൽ നമ്മളെ അത് പൂർണ്ണമായി കുറച്ച് തീർത്ത് തരുമെന്നല്ല പറഞ്ഞേ. നിനക്കൊന്ന് വിശ്വസിച്ചൂടെ ഈ വാക്യം? ഒന്ന് പൂർണ്ണമായിട്ട് തീർത്ത് തരുമെന്നാണ് പറഞ്ഞത്. കടബാധ്യത വന്നിരിക്കുന്നു, പ്രയാസം നീട്ടിരിക്കുന്നു, പണമില്ല, കൊച്ചുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് പണമില്ല, ഒരുപാട് ഇഷ്യൂസ്, ജോലി നഷ്ടപ്പെട്ട പ്രയാസത്തിലിരുന്ന ഇന്ന് നിങ്ങൾക്കൊരു വിടുതൽ ദൈവം തരിക. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇന്നൊരു വലിയ വിടുതൽ തരിക. ദൈവം ഒരു പ്രൊവിഷൻ നിങ്ങൾക്ക് തരാൻ പോവുക. ഹല്ലേലൂയ. ദൈവം ഈ ദിവസങ്ങളിൽ അത് തരുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ ജീവിതങ്ങളിലെ ഒരു അബണ്ടന്റ് ലിവിങ്ങിൻ്റെ ഒരു പ്രൊവിഷൻ തരികയാണ്. അഞ്ചാമത്തെ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഇന്നത്തെ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. അത് നിങ്ങളുടെ സംരക്ഷണമാണ്, നിങ്ങളുടെ പ്രൊട്ടക്ഷനാണ്. യോഹന്നാൻ 10:27-29 വാക്യങ്ങളിലെ ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. അതിനു മുമ്പ് എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. അവ ഒരു നാളും നശിച്ചു പോവില്ല. ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയും ഇല്ല. അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വരികയും പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയില്ല. ഇവിടെ നോക്കി, ദൈവത്തിൻ്റെ സുരക്ഷിതത്വം, പ്രൊട്ടക്ഷൻ നമുക്ക് തരികയാണ്. ദൈവം എല്ലാ രീതിയിലും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. നമ്മൾ എന്തിനാ ഇത്രയും വറി ചെയ്യുന്നത്? ദൈവം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് വറി ചെയ്യുന്നു? അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. നമുക്കിതിനെക്കുറിച്ചൊന്നും വലിയ വിവരമൊന്നുമില്ല, നമുക്കിതിനെക്കുറിച്ച് ഒരു നോളജില്ല, അറിവില്ല. അതുകൊണ്ട് എന്താണ്, നമുക്കൊന്നും കിട്ടുന്നില്ല. നമുക്ക് ഈ ദിവസങ്ങൾ ഇതിനെക്കുറിച്ച് പ്രധാനമായിട്ട് ചില അറിവുകൾ വേണം. നമ്മുടെ ഹെഡിങ്ങിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് നമ്മളിലെ പൈശാചി അറ്റാക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. നമ്മളിതിപ്പോൾ സംസാരിക്കുന്നത് എന്താണ്? നമ്മുടെ അബണ്ടന്റ് ലൈഫിലെ കുറവുകൾ വന്നിരിക്കുന്ന ചില മേഖലകളാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പൈശാചി അറ്റാക്ക് ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ജീവിതമൊക്കെ സമൃദ്ധിയിലായിരിക്കും. അത് ഈ സമൃദ്ധിയിലാകാതെ തടസ്സപ്പെടുന്ന കാര്യങ്ങൾ എന്താണെന്ന് ആദ്യത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു. ഇപ്പോഴേ ഈ അബണ്ടന്റ് ലിവിങ്ങിന് ആവശ്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ആദ്യം ഞാൻ പറഞ്ഞത് എന്താണ്? ദൈവത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവായി അവൻ പറഞ്ഞ അനുസരിച്ച് നമ്മളിവിടെ നിൽക്കുക, ഈ ലോകത്തിൽ നിൽക്കുക എന്നുള്ളതാണ് ആദ്യം പറഞ്ഞത്. ദൈവം ഇതിനെല്ലാം ഒരു പ്രൈസ് പേ ചെയ്താണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മൾ ശ്രദ്ധിക്കുക, അത് ചെയ്യുന്നവരായിരിക്കുക. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിലെ ദൈവം അബണ്ടൻസി തരും എന്ന് പറഞ്ഞു. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ആത്മാവിൽ അവൻ്റെ മക്കളായി തീർന്ന് അവനോടൊപ്പം അവൻ്റെ മഹത്വം ഷെയർ ചെയ്യാനായിട്ട് പറഞ്ഞു. അതിനു വേണ്ടിയുള്ള 5 കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ഒന്ന്, ഹീലിംഗ് ആൻഡ് ഡെലിവറൻസ്. നിങ്ങളുടെ ജീവിതത്തിൽ അവൻ്റെ അടിപ്പിണറാൽ നിങ്ങൾ സൗഖ്യം തന്നു, ആ ഹീലിംഗ് നിങ്ങൾ ഏറ്റെടുക്കണം. രണ്ടാമത് പറഞ്ഞത് നമ്മുടെ സൗണ്ട് മൈൻഡ് ആയിരിക്കണം. നമ്മുടെ മൈൻഡ് സൗണ്ട് ആയില്ലെങ്കിൽ നമുക്ക് ഒരുപാട് നഷ്ടമുണ്ട്, അതിൻ്റെ കാര്യം പറഞ്ഞു. മൂന്നാമത് സമാധാനം, സർവ്വസമാധാനവും നമ്മുടെ ഉള്ളിലേക്ക് വരും, ദൈവം തരും. നാലാമത് നമുക്ക് വേണ്ട നീഡുകൾ, നമ്മുടെ പ്രൊവിഷൻസ് ദൈവം തരും. അഞ്ചാമത് പറഞ്ഞ് നമ്മുടെ സുരക്ഷിതത്വം ദൈവത്തിൻ്റെ കയ്യിലാകുന്നു. ആരൊക്കെ എന്തൊക്കെ ചെയ്താലും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ദൈവം വിചാരിച്ചില്ലെങ്കിൽ ഒരു ശ്വാസത്തിന് എത്രയേ മനുഷ്യനുള്ളൂ. ഒരു ശ്വാസം പോയാൽ ഒന്നുമില്ല. നിങ്ങളെ സൂക്ഷിക്കണമെങ്കിൽ ദൈവം തന്നെ വിചാരിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്,
എൻ്റെ ആടുകളുടെ ശബ്ദം ഞാൻ കേൾക്കും. നിങ്ങൾ വിളിക്കുമ്പോൾ അവൻ കേൾക്കുകയാണ്. നിങ്ങളെ അറിയുകയും അവൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യുകയാണ്. ആരും നിങ്ങളെ തട്ടിക്കൊണ്ടു പോയില്ല. ആരെന്ന് പറഞ്ഞാൽ അവിടെ പറയുന്ന ആരാ? പിശാച് നിങ്ങളെ തട്ടിക്കൊണ്ടു പോയില്ല. ദൈവത്തിൻ്റെ വലിയ പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട്. ഈ നോളജുകൾ നമ്മൾക്ക് ഇന്ന് ഏറ്റവും ആവശ്യമാണ്. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെച്ച് പഠിക്കണം. ഈ 5 കാര്യങ്ങളിൽ നമ്മൾ സെക്യൂറാണ്, നമ്മൾ ദൈവത്തിൻ്റെ അബണ്ടന്റ് ലൈഫ്. ഇതുമായിട്ട് ചേർന്ന് ചില നമ്മൾ സ്പിരിച്വൽ തലത്തിലുള്ള ചില പ്രിൻസിപ്പിൾസും കൂടി നമുക്കറിയണം. അതുകൂടെ പറഞ്ഞ് ഞാൻ ഈ അടുത്ത എപ്പിസോഡിൽ അത് പറയാം. അത് പറഞ്ഞ് നമുക്ക് ഈ ഡെമോണിക്കായിട്ടുള്ള ഒരു കാര്യത്തിൽ നമ്മുടെ എങ്ങനെയാണ് നമുക്ക് നമ്മളുടെ ഉള്ളിൽ ഡീമനുണ്ടോ അതിൽ നിന്ന് നമ്മൾ രക്ഷ പ്രാപിക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. നമുക്കിപ്പോൾ ഇന്ന് സംസാരിച്ച പ്രധാനമായിട്ട് ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് വ്യാപരിക്കുന്നതും അതിൽ കൂടി ദൈവം നമ്മളെ ഒരു അബണ്ടന്റ് ലൈഫ് തരുന്നതുമാണ്. ഞാനിന്ന് നിങ്ങളോട് പ്രാർത്ഥിക്കുമ്പോഴേ ഈ മേഖലകളിലൊക്കെ ഉള്ളൊരു ഡെലിവറൻസ് ദൈവം നിങ്ങൾക്ക് തരികയാണ്. എന്നോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. എവിടെയായാലും ചില ആളുകൾക്ക് ഇന്ന് ഉറങ്ങാൻ പറ്റാത്തവരുണ്ട്, ചില ആളുകൾ കടബാധ്യത വന്നിട്ടുണ്ട്, ചില ആളുകൾക്ക് പേടി ഉള്ളവരുണ്ട്, എന്ന് ഭീരുത്വത്തിൻ്റെ ആത്മാവിരിക്കുന്നു, ചില ആളുകൾക്ക് രോഗങ്ങളാൽ നെടുവേർപ്പെടുന്നവർ, അവരെല്ലാം ദൈവം വിടുവിക്കാൻ പോവുകയാണ്. ദൈവമായ കർത്താവെ, ഇത് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവെ, ഡെമോണിക് സ്ട്രോങ് ഹോൾസ് ആരുടെയെങ്കിലും ജീവിതത്തിലുണ്ടെങ്കിൽ അതെല്ലാം പൊട്ടിമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അഡിക്ഷനും പൊട്ടിമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തി അവിടെ എല്ലാം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ചില രോഗികളായിരിക്കുന്നവരെ, നട്ടെല്ലിന് വേദനയായിട്ട് കർത്താവെ പ്രയാസപ്പെടുന്ന ചിലരെ യേശു ഇന്ന് സൗഖ്യമാക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹെർണിയയുടെ വേദനയിൽ അനുഭവിക്കുന്ന ചിലരെ യേശു ഇന്ന് സൗഖ്യമാക്കുന്നു. ഹല്ലേലൂയ. നിന്റെ വിടുതൽ നീ അയക്കുന്ന ഓർത്ത് സ്തോത്രം. കർത്താവെ, നീ അവരെ വിടുവിക്കുന്ന ദൈവമായോണ്ട് സ്തോത്രം, 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 സ്തോത്രം. കിഡ്നി സംബന്ധമായ ചില പ്രയാസങ്ങളെ, വേദന അനുഭവിക്കുന്നവരെ, ഡയാലിസിസ് നടത്തുന്നവരെ യേശു ഇന്ന് വിടുവിക്കുന്നു. ഇന്ന് നിങ്ങളുടെ ഡയാലിസിസിന് വേണ്ട എന്ന് കർത്താവ് പറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളൊന്ന് ഏറ്റെടുക്കുമോ? ദൈവം ആ വിടുതൽ തരുന്ന ആ ഡെലിവറൻസ്, അവൻ്റെ അടിപ്പിണരുകൾ നിങ്ങൾ സൗഖ്യമാകുന്നു. അനേക വർഷങ്ങളായിട്ട് ശ്വാസം മുട്ടായിട്ട്, ആസ്മയായിട്ട്, ശ്വാസം വലിച്ച് വിടാനായിട്ട് പ്രയാസമുള്ളവരെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഹീൽഡ് ആവുന്നു. ദൈവം നിങ്ങളെ വിടുവിക്കുന്നു. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ വിടുവിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് ആ വലിയ വിടുതൽ നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് വരികയാണ്. സ്തോത്രം, സ്തോത്രം. ഭയത്തിൻ്റെ ആത്മാവിൽ ഡിപ്രഷനിലായിരിക്കുന്നവരെ കർത്താവ് ഇന്ന് വിടുവിക്കുന്നു. സൗണ്ട് മൈൻഡ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് കാര്യങ്ങളെ ഓർത്ത് പേടിച്ചിട്ട് ഇരിക്കുന്നവരെ, രാത്രിയിലൊക്കെ എഴുന്നേറ്റിരുന്ന് ഉറങ്ങാൻ പറ്റാതെ എഴുന്നേറ്റിരുന്ന് ഇരിക്കുന്ന ചില വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് വിടിക്കപ്പെടുന്നു. നിങ്ങളുടെ ഉള്ളിലേക്ക് പീസ് വന്ന് കയറുകയാണ്. കടബാധ്യതയുള്ള ചിലരെ ദൈവം ഇന്ന് വിടുവിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള പ്രൊവിഷൻ കർത്താവ് ഇന്ന് പ്രൊവൈഡ് ചെയ്യുകയാണ്. ദൈവത്തിനെ ഒന്ന് വിശ്വസിക്കൂ. ദൈവം വിശ്വസിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് വേണ്ട സമൃദ്ധിയായിട്ട് തരും. കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് സമൃദ്ധിയായി തരും. എന്തൊക്കെയോ തടസ്സപ്പെട്ടിരിക്കുന്നു, വിദേശ യാത്രയ്ക്കൊക്കെ തടസ്സം വന്നിരിക്കുന്നതൊക്കെ യേശു ഇന്ന് റിലീസ് ചെയ്ത് തരുന്നു എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് കാണിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിലെ ചില പ്രൊട്ടക്ഷൻ ആവശ്യമായ ചില കർത്താവെ ചില പ്രയാസങ്ങൾ കൂടി കടന്നു പോവാണ്. ഭീരുത്വത്തിൻ്റെ പോലെ ചില ആത്മാവ് ചിലപ്പോഴേ പേടിക്കുന്നു. ദൈവം ഇന്ന് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്, വിടുവിക്കുകയാണ്, അതിൽ നിന്ന് വിടുവിക്കുകയാണ്. സ്തോത്രം, സ്തോത്രം. ആരും നിങ്ങൾക്ക് പിടിച്ചു പറിച്ചുകൊണ്ടൊന്നും പോവുകയില്ല. ദൈവം നിങ്ങളെ സൂക്ഷിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ വസ്തുവിൻ്റെ കാര്യങ്ങളായാലും വസ്തുവിൻ്റെ കാര്യങ്ങളെ ശരിയാകാതെ പ്രയാസപ്പെടുന്ന അതിൻ്റെ ഡോക്യുമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ദൈവം നിങ്ങളെ ഇന്ന് വിടുവിക്കുന്നു. അതോർത്ത് സ്തോത്രം. നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഞങ്ങളെ പ്രാർത്ഥിച്ച എല്ലാവരെയും നീ അനുഗ്രഹിക്കുന്നു. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. നിങ്ങൾക്ക് ചില വിടുതലുകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ദയവായിട്ട് ഫോണിൽ കൂടി വിളിച്ചു പറയുക. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എങ്കിൽ അത് നന്നായിരുന്നു. അത് നിങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥന റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കുക. പേഴ്സണലായിട്ട് ആ വാട്സാപ്പ് നമ്പറിൽ അത് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.